നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കണ്ണൻദേവൻ ഗിൽസിനോട് ചേർന്ന് മൂന്നാറിലാണ് ഈ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അനേകം ചെടികൾ നമുക്ക് കാണാം. വിവിധ തരത്തിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ചെടികളും അതിൻ്റെ പൂക്കളും കുട്ടികൾക്കുള്ള പാർക്കുകളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. മൂന്നാറിലാണ്. മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന വഴിയിലാണ് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായ ഒരു ഗാർഡൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിന് തൊട്ട് ഓപ്പോസിറ്റ് നമുക്ക് അല്ലാത്ത റോസ് ഗാർഡൻ ഉണ്ട്. അത് മാട്ടിപ്പെട്ടി റോഡിലാണ്. ഇത് കൊച്ചി ധനുഷ്കോടി റോഡിലാണ്. വിവിധ ഇനം, അതായത് ഞാൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പൂക്കളും അതിൻ്റെ ചെടികളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ കുട്ടികൾക്കുള്ള പാർക്കുകൾ, സെൽഫി പോയിന്റുകൾ, പിന്നെ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോകണം. എൻ്റെ ഈ നിൽക്കുന്ന കാട്ടുപോത്തിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം. പിന്നെ കുട്ടികളുമായിട്ടും മുതിർന്നവരായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് കാര്യമൊക്കെ പറയാം. ഈ മഞ്ഞിൽ, അതായത് മൂന്നാറിലെ തണുപ്പ് നമുക്കറിയാലോ, ആ ഒരു കോട മഞ്ഞിലൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറയാം. ഇപ്പോൾ നല്ല സൂര്യകാന്തികളൊക്കെ പൂത്ത് നിൽക്കുന്നു. അതിൽ ഒരു സൂര്യകാന്തിയിൽ തന്നെ അനേകം പൂക്കൾ. അങ്ങനെ വ്യത്യസ്തമാർന്ന ഒരുപാട് സ്ഥലങ്ങൾ. നമ്മൾ നടക്കുന്ന വഴികളെല്ലാം ടൈലൊക്കെ പാകി നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. തൊട്ടടുത്തൂടെ ഇറങ്ങുന്ന ഒരു തോടുണ്ട്. ആ തോടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പോയിരിക്കാം. അവിടെ ഒരു ബീച്ച് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ മൂന്നാറിൽ പോകുമ്പോൾ ഇവിടെ കൂടി ഒന്ന് കയറുക. വലിയ റേറ്റുകളൊന്നുമില്ല. എന്തായാലും കയറി നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഭയങ്കര തിരക്കാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഒരുപാട് ചെടികളും അതിൻ്റെ പൂക്കളും, ഒരു രക്ഷയില്ല. നമ്മളിവിടെ വന്ന് കാണേണ്ടതാണ്. വലിയൊരു പാർക്ക്. നമ്മൾ കണ്ട് നമ്മുടെ കിളി പോവും. അതുപോലെയുള്ള ഒരു അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടെ പ്രായവ്യത്യാസമൊന്നുമില്ല. ആര് വന്നാലും ഇവിടെ ചെറുപ്പമാവും. ഈ ഒരു ഗാർഡനുമായിട്ട് അവർ അലിഞ്ഞു ചേരും. അത്രയ്ക്ക് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. കണ്ണൻദേവൻ ടീയുടെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ രാത്രിയിൽ 7 മണി തൊട്ട് 9 മണി വരെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരായിരിക്കും. പിന്നെ കളർ ബൾബുകളൊക്കെ അലങ്കരിച്ച് നല്ല സെൽഫി പോയിന്റുകളും ഒക്കെ ഉണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. കുട്ടികൾക്കാണ് ഏറെ സന്തോഷം ഇതെല്ലാം കാണുമ്പോൾ. പിന്നെ ചെടിയെ സ്നേഹിക്കുന്നവർക്ക് അത് സെപ്പറേറ്റ് അവർക്ക് അതിൻ്റെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ കഫേയുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിൽ വരുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും.
ഇരുട്ടിയപ്പോഴത്തേനും കളർ ബൾബുകളെല്ലാം കത്തി തുടങ്ങി. നല്ല മനോഹരമായ കാഴ്ച, മനോഹരമായ ആംബിയൻസ്. കൊച്ചി ധനുഷ്കോടി റോഡിൽ മൂന്നാർ കണ്ണൻദേവൻ ഹിൽസിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. വിവിധ തരം പൂക്കളും സസ്യങ്ങളും ഇവിടെയുണ്ട്. ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്ന് അസാലിയ പൂക്കളടക്കം ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്. എന്തായാലും മനോഹരമായ കാഴ്ചകളാണ്. ഓർക്കിഡിന് ഭയങ്കര ഒരു വെറൈറ്റികൾ തന്നെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ കള്ളിമുള്ളിച്ചെടി, ഔഷധ സസ്യങ്ങൾ, അപൂർവേന സസ്യങ്ങൾ തുടങ്ങിയെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ഇവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്. പ്രത്യേക വൈദ്യുതി വിളക്ക് അലങ്കാരങ്ങളും ഒക്കെയാണ് അലങ്കരിച്ചിട്ടിരിക്കുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് കണ്ടാലും മതിയാവാതെ തീരാത്തതുപോലുള്ള നല്ല മനോഹരമായ ഒരു സ്ഥലവും കാഴ്ചകളുമാണ്. പിന്നെ പുഴയുടെ തീരത്താണ് 200 ദൂരത്തിലൊക്കെ ഒരു ബീച്ചിന് സമാനമായ സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. തണുത്ത വെള്ളത്തിൽ ഇറങ്ങാനും വിശ്രമിക്കാനും ഒക്കെ ഇവിടെ സൗകര്യമുണ്ട്. സസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നൽകുന്ന ഗ്ലാസ് ഹൗസുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ റിയാലിറ്റി സെൻ്ററൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ, വാച്ച് ടവർ, ഭക്ഷണശാല, മഴമറ, പൂന്തോട്ടം, ശുചിമുറികൾ, സെൽഫി പോയിന്റുകൾ, ആന, ജിറാഫ്, കാട്ടുപോത്ത്, ദിനോസർ തുടങ്ങിയ ശില്പങ്ങളും ഒക്കെയാണ് ഇവിടെ. ഒരു രക്ഷയുമില്ലാത്ത ഒരു വൈബാണ് കേട്ടോ ഈ ഒരു തണുത്ത കാലാവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ. നടപ്പാതകളൊക്കെ റെയിൻ ഷട്ടറുകൾ നിർമ്മിച്ച് ഫോട്ടോഗ്രാഫിക്കുള്ള മികച്ച അവസരങ്ങളും പക്ഷി നിരീക്ഷണവും ചിത്രശലഭ നിരീക്ഷണവും വിദ്യാഭ്യാസവും ധ്യാനം, യോഗ എന്നിവയ്ക്കുള്ള ചെറിയ സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കയറുന്നതിനുള്ള പ്രവേശന നിരക്ക് പറയുന്നത് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. ക്യാമറയ്ക്ക് 150 രൂപ, ആൽബം എടുക്കുന്നതിന് 1000 രൂപ, മറ്റുള്ള ആൽബങ്ങൾക്ക് 5000 രൂപ, ഷൂട്ടിംഗ് ആൽബത്തിന് 10,000, അങ്ങനെ ഓരോന്നിനും റേറ്റുകളും ഉണ്ട്. നമ്മുടെ മൊബൈലിൽ എടുക്കുന്നതിനൊന്നും അതിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇതേപോലുള്ള വലിയ ആംബിയൻസുള്ള നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. ആ ജിറാഫുകളൊക്കെ നിൽക്കുന്നുണ്ടോ, അതിനോടൊപ്പമൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഈ ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാം. എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നതെന്ന് അറിയാമോ? എന്തായാലും വളരെ വ്യത്യസ്തമായ മനോഹരമായ ഒരു സ്പോട്ട് തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. ഏഴുമണിയായപ്പോഴത്തേക്കും ഗാർഡൻ ദീപാലങ്കൃതമായി. പ്രേക്ഷകരെല്ലാം അക്ഷമയോടെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന എന്താണെന്ന് അറിയണ്ടേ? ഈ ദീപാലങ്കൃതമായ കാഴ്ചകളും ഒപ്പം തന്നെ ഈ മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ തുടങ്ങാൻ സമയമായി കേട്ടോ. അതിനുവേണ്ടി ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. മനോഹരമായ കാഴ്ച അല്ലേ? ഈ ഒരു കണ്ണൻദേവൻ ഹിൽസിൽ ഇത്രയും മനോഹരമായി നിർമ്മിച്ച ഗവൺമെൻറ് അംഗീകൃതമായ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ ഒരുപാട് നന്ദി പറയണം. നമ്മൾ എവിടെ നിന്നോ വരുന്ന, പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അവരെല്ലാവരെയും ഒത്തൊരുമിച്ച് ഇവിടെ വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ നല്ല മനോഹരമായ ഒരു സൗന്ദര്യം ആസ്വദിപ്പിക്കുന്നത്. എന്നിട്ട് ഈ ആൾക്കാരെല്ലാം അവിടെ നിൽക്കുന്നത് വാട്ടർ ഫൗണ്ടൻ തുടങ്ങാൻ സമയമായി. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടാലോ? ഹരോ